നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വേറെ ഒരു കണ്ടൻറ്റോ ഒന്നുമല്ല, വേറൊരു സ്ഥലത്ത് പോകുന്നതോ ഒന്നുമല്ല. ഇത് കുറച്ച് മനുഷ്യരെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ പറയാനാണ്. ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശിലായുഗത്തുനിന്ന് ഇപ്പോഴും ബസ് കിട്ടാണ്ട്, ഈ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് ബസ് കിട്ടാണ്ട് ഇപ്പോഴും ശിലായുഗത്തിൽ തന്നെ നിൽക്കുന്ന മനുഷ്യരെക്കുറിച്ചാണ്. അവരിനി എന്നാണ് ആധുനിക യുഗത്തിലേക്ക്, കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് ബസ് കയറി വരിക എന്നുള്ള ചിന്തയിൽ നിന്ന് ഉണ്ടായൊരു മീൻസ് ആ ചിന്തയാണ് എന്നെ ഈ വീഡിയോ എടുക്കുന്നതിലേക്ക് എത്തിച്ചത്. എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഇന്നലത്തെ മുമ്പത്തെ എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഒരു വ്ളോഗർ പുള്ളിയെപ്പറ്റി തെറിവിളി എഴുതുന്നു, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നല്ലോ. എവിടെ പോയി നമ്മുടെ സാംസ്കാരിക സമ്പന്നത എന്ന് ചോദിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ. അതേ പുള്ളിക്ക് ഒരു ബസ് ഉണ്ടായിരുന്നു. അവർ ടൂർസ് ആൻഡ് ട്രാവൽസ് നടത്തുന്നുണ്ടായിരുന്നു. അവർക്കൊരു ബസ്സുണ്ട്. ആ ബസ്സിൻ്റെ പുറത്ത് ഇന്നലെ ഞാൻ ഇത് പറഞ്ഞു തോന്നുന്നു. ആ ബസ്സിൻ്റെ പുറത്ത് ഇനിയും ശിലായുഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ചുമർചിത്ര ഈ പാറയുടെ മേലെയൊക്കെ പണ്ട് ശിലായുഗത്തിൽപ്പെട്ട ആളുകൾ ചിത്രം ഒക്കെ കോറി വെച്ചിരുന്നു, കൊത്തി വെച്ചിരുന്നു. നമുക്ക് പല ചരിത്രപ്രധാനമായ പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാലും, അജന്ത, എല്ലോറ, അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഈ പാറയുടെ മേലെ പല കൊത്തിവെച്ച രീതിയിലുള്ള വരകൾ കാണാം, അവരുടെ കലാസൃഷ്ടി കാണാം. അതേപോലത്തെ കുറച്ച് ശിലായുഗത്തിൽ നിന്ന് ഞാൻ പറയാൻ പാടില്ല എന്ന്, ശിലായുഗത്തിലെ ആൾക്കാരെ കമ്പയർ ചെയ്യാൻ പാടില്ല, കാരണം അത് അവർക്കൊരു അപമാനമായിരിക്കും. അവർ ഇതിലും സംസ്കാരമുള്ളവരാണ്, ഇതിലും നല്ല ആൾക്കാരായിരുന്നു ആ സമയത്ത് ജീവിച്ചുകൊണ്ടിരുന്നത്. അത്ര പോലും വിവരം വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത കുറച്ച് ആളുകൾ കൂർത്ത എന്തോ ആയുധം കൊണ്ടോ, എന്തോ ഒരു വസ്തു കൊണ്ടോ, കല്ല് കൊണ്ടോ, അങ്ങനെ എന്തോ സാധനം കൊണ്ട് ഇവരുടെ ബസ്സിൻ്റെ മേലേക്ക് പോറി വരഞ്ഞു വെച്ചേക്കുക, അതായത് കുത്തി വരഞ്ഞു വെച്ചേക്കാണ്. നിങ്ങൾക്കറിയോ, നമ്മുടെ ഒരു ബൈക്കിൻ്റെ മേലെയാണെങ്കിലും നമ്മൾ കുത്തി വരഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ മേലെ കുത്തി വരഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാറിൻ്റെ ഒരു സൈഡിൽ കുത്തി വരഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പോലും അത് അവിടെ മാത്രം നമ്മൾ ഈ വീട്ടിലെ ചുമരിൻ്റെ മേലെ പെയിൻ്റ് അടിച്ച് പാച്ച് മാറ്റുന്ന പോലെ നമുക്ക് അങ്ങനെ പാച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിൻ്റെ ഫുൾ പെയിൻറ്റ് നമ്മൾ മാറ്റേണ്ടി വരും. നമ്മൾ ആ ഫുള്ള് മാറ്റേണ്ടി വരും. ഇതിപ്പോൾ ഒരു കാറിലൊക്കെ ആണെങ്കിൽ തന്നെ ഒരു കാര്യം ആലോചിച്ച് നോക്കാം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു അധ്യാപകൻ്റെ കാറിൽ ചില സുഹൃത്തുക്കൾ ചേർന്ന് വരഞ്ഞു വെച്ചതും, എന്തോ ഒരു ആശയ ഭിന്നതയുടെ പേരിൽ ചില സുഹൃത്തുക്കൾ ചേർന്ന് വരഞ്ഞു വെച്ചതും, അപ്പോൾ പുള്ളിക്ക് അതിൻ്റെ പേരിൽ കുറേ സാമ്പത്തിക നഷ്ടം ഉണ്ടായതൊക്കെ കഥയുണ്ടായിരുന്നു. അതേപോലെ ഇതിപ്പം ബസ്സിലാകുമ്പോൾ അവർക്ക് എത്രത്തോളം സാമ്പത്തിക നഷ്ടം ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ ഒരു സെക്കൻഡ് നേരത്തെ നിങ്ങളുടെ ആ വിവരമില്ലായ്മയിൽ നിന്ന് ആ പുള്ളിക്ക് ഉണ്ടാകുന്ന മാനസിക നഷ്ടവും എത്രത്തോളം സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നമ്മൾ എത്ര വിവരം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനത്തെ ഈ ചില ആളുകളുണ്ടാവും, പുഴുക്കുത്തുകളുണ്ടാവും നമ്മുടെ സമൂഹത്തിൽ. ഇപ്പോൾ നമ്മുടെ ഹാർപ്പിക്കിൻ്റെ പരസ്യത്തിൽ പറയുന്ന പോലെ, എത്ര പ്രാവശ്യം ഹാർപ്പിക്ക് ഇട്ട് കഴുകി കഴിഞ്ഞാൽ ആ പരസ്യത്തിൽ കാണുന്ന പോലെ ഒരു 2 കൃമികളെങ്കിലും അതിൽ ബാക്കി ഉണ്ടാവുമല്ലോ. അതേപോലത്തെ ചില ആളുകൾ എന്നാണ് നമ്മൾ ഇനിയൊക്കെ നന്നാവാൻ പോകുന്നത്? മറ്റുള്ളവരുടെ സ്വന്തം കാലിലെ മന്ത് നോക്കാണ്ട്, മറ്റുള്ളവരുടെ സ്വന്തം കണ്ണിലെ കരട് നോക്കാണ്ട് മറ്റുള്ളവരുടെ കാലിലെ മന്ത് നോക്കാൻ പോകുന്നോ, അല്ലെ മറ്റുള്ളവരുടെ അടുക്കളയിൽ എന്താ നടക്കുന്നതെന്നുള്ള കുശുകുശുപ്പ് നോക്കാൻ പോകുന്നതോ, അല്ലെ മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയ പൂണ്ടിട്ട് അതിനെ എങ്ങനെ തകർക്കാമെന്നും അവരെ എങ്ങനെ ദ്രോഹിക്കാമെന്നുള്ളത്, ഈ ഒരു ചിന്ത നമ്മൾ എന്നാ മാറ്റാൻ പോകുന്നത്? എത്രത്തോളം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടാവും. ഇപ്പം അവരുടെ തന്നെ കാര്യം, ഇപ്പം ഫേസ്ബുക്കിലെ കമൻറ്റിൻ്റെ തന്നെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ ഇടുന്ന കമൻറ്റ് അവർക്ക് എത്രത്തോളം മാനസിക വിഷമം ഉണ്ടാവും, അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ? നമ്മളിപ്പോൾ അവരുടെ സ്ഥാനത്ത് ഇരുന്ന് ആലോചിച്ച് നോക്കണ്ടേ? നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും, നമുക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണ്ടേ? നമ്മുടെ ഫാമിലി എത്രത്തോളം വിഷമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണ്ടേ അവരും അവരുടെ ഫാമിലി എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന്? നിങ്ങൾ ഈ എഴുതി വിടുന്നതോ, ഈ പടച്ചു വിടുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നതോ, ഫിസിക്കലായിട്ട് ഹരാസ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഈ അവരുടെ വസ്തുവകകൾ നശിപ്പിക്കുന്ന രീതിയിലോ, അവരുടെ വസ്തുവകകൾക്ക് കേടുവരുത്തുന്ന രീതിയിലോ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക വ്യതയെപ്പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? മാനസിക ബുദ്ധിമുട്ടുകളെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? നമ്മൾ ആലോചിക്കണം. ഈ ചെയ്യുന്ന ആൾക്കാർ ആരായാലും, ഇനിയിപ്പോൾ ഒരു കമൻ്റ് ഇടുന്ന ആണെങ്കിലും എന്താണെങ്കിലും, ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെയും ചിലപ്പോൾ കമൻറ്റ് വന്നേക്കാം. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം, നമ്മൾ എത്രത്തോളം നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് അവരുടെ സ്ഥാനത്ത് നമ്മളെ തന്നെ ഒന്ന് കണ്ടു നോക്കാം. എന്നാൽ പിന്നെ നിങ്ങൾക്കൊന്നും കമൻ്റ് ഇടാനോ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ദ്രോഹം ചെയ്യാനോ ഒന്നും തോന്നില്ല. നമുക്ക് എത്രത്തോളം
നമ്മൾ ഓരോ ദുഃഖഘട്ടങ്ങളിൽ കൂടെ അല്ലെങ്കിൽ ഓരോ പ്രശ്നം ഉള്ള സമയത്ത് കൂടെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ നമ്മളെ പോലും അറിയാത്ത ആൾക്കാരാണ് നമ്മളെ സഹായിക്കാൻ വരുന്നുണ്ടാവുക. ആ സമയത്ത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ മറ്റുള്ളവർ നമ്മളെക്കാളും ഉയരുന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കാനേ പാടുള്ളൂ. മറ്റുള്ളവർ അങ്ങനെ ചെയ്തു എന്നോ അവരല്ലെങ്കിൽ അയ്യോ അവർക്ക് ഇത്ര പൈസ ഉണ്ടായി, അതിനി ഉണ്ടാവാൻ പാടില്ല, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കണം. നമ്മൾ മാക്സിമം അവർക്ക് ഉണ്ടാവുന്ന ഇതിൽ നമ്മളും പങ്കാളികളാവും. ഇപ്പോൾ ഞാനടക്കം അവരുടെ വീഡിയോ കാണുന്നതുകൊണ്ടാണല്ലോ അവർക്ക് ഇത്ര വരുമാനം വരുന്നത്. അത് നിങ്ങൾ ആലോചിച്ചാൽ പോരെ, നിങ്ങളും കോൺട്രിബ്യൂട്ടറാണ്. അവർ നന്നാവുന്നതിൽ ഞാനും എന്നാൽ കഴിയുന്ന ഇതുകൊണ്ടാണ് അവർ പിന്നെ നന്നായത് എന്നുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഭിമാനം തരുന്ന ചിന്തയാണ്. അല്ലാണ്ട് അവനിപ്പോൾ നന്നായി, ഇനിയിപ്പോൾ അവനങ്ങനെ മുന്നോട്ട് പോകണ്ട, അവനെ ഞാൻ മാനസികമായിട്ട് തളർത്തിയിട്ട് നിർത്താം, അവരെന്ത് വേണം ചെയ്യട്ടെ, നിങ്ങളത് എഫക്റ്റ് ചെയ്യാത്തടത്തോളം കാലം നിങ്ങളെന്തിനാ ഇടപെടാൻ പോകുന്നത്? നമ്മളെന്തിനാ അതിൽ ഇടപെടാൻ പോകുന്നത്? ഒരാൾ നമ്മളെ പേഴ്സണലി ടാർഗറ്റ് ചെയ്തിട്ട് നമ്മളെ ഇടിച്ച് താഴ്ത്തിയിട്ടാണ് അവർ പലതും നേടുന്നതെങ്കിൽ നമുക്ക് പ്രതികരിക്കാം. പക്ഷെ അതിനും ഒരു മാന്യതയുണ്ട്. ഇങ്ങനെയല്ല വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ അല്ലെങ്കിൽ അവരുടെ എന്താണ് അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ നശിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ കേടുവരുത്തിയിട്ടോ അല്ല നമ്മൾ ഒരാളോടുള്ള ഇഷ്ടക്കേട് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. ഇഷ്ടക്കേട് പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അഡ്വൈസ് എനിക്ക് കിട്ടിയ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളൊരാളോട് ഇഷ്ടക്കേട് പ്രകടിപ്പിക്കേണ്ടത് നമ്മൾ അവരെ കണ്ടാൽ മിണ്ടാതിരിക്കുക, നമ്മൾ അവരെ കണ്ടാൽ മൈൻഡ് ചെയ്യാതിരിക്കുക. എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് തന്ന ഒരു ഏറ്റവും വലിയൊരു അഡ്വൈസാണിത്. നമ്മളൊരാളെ ഇഷ്ടക്കേട് പ്രവർത്തിക്കേണ്ടത് നമ്മൾ അവരുടെ തലമേലെ കയറിയിരുന്നിട്ട് അവരുടെ തലയിൽ കാലുവെച്ചുകൊണ്ടായിരിക്കരുത്. നമ്മൾ നന്നായി കഴിഞ്ഞാൽ നല്ലൊരു നിലയിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവരെ കണ്ടാലും മുഖത്തോട് മുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാതെ പോവുക. നമ്മളുടെ ലൈഫിൽ അവർക്കൊരു പ്രാധാന്യം കൊടുക്കാതിരിക്കുക. അങ്ങനെ പ്രാധാന്യം ഇരിക്കുന്ന കാലത്തോളം അവർക്ക് തന്നെ ഉള്ളിലൊരു കുറ്റബോധം വരും. നമ്മൾ എന്തിനാണ് ഒരാവശ്യമില്ലാണ്ട് നമ്മൾ ഉപദ്രവിച്ചു എന്നുള്ളത്. അപ്പോൾ എനിക്കറിഞ്ഞൂടാ എത്രത്തോളം ആൾക്കാർ ഇങ്ങനത്തെ ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്, എത്രത്തോളം ആൾക്കാർക്ക് ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പോവാം. അപ്പോൾ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.